നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ DCC അംഗം. കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന. തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യാവസാനം പങ്കെടുത്തത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പുത്തഞ്ചിറ പൊരുമ്പക്കുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ സൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം പൂർത്തിയാകാറായപ്പോൾ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വേണമെന്ന് പറയുന്നത് അപ്രായോഗികമാണെന്നും നിർമ്മാണം തുടങ്ങും മുൻപേ DPR തയ്യാറാക്കിയപ്പോൾ നഗരസഭയും ജനങ്ങളും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് അടിപ്പാത ലഭിക്കാത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അടിപ്പാത ഇനി നടക്കില്ല. ഇനി അത് പറഞ്ഞുതരാം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപ്പാത എന്ന് പറയുന്നത് അനിവാര്യതയാണ്. ഇത് DPR കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല? ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ സ്റ്റേയും വാങ്ങിച്ച് ഇത് നടക്കില്ല. ഇനി DPR കൺഫേം ചെയ്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. സംവിധാനം പരിശോധിക്കണം. ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ? സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല. അതൊക്കെ നിതിൻ ഗഡ്കരി തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള ഫണ്ടും കണ്ടെത്തുന്നത്. എന്തിന്? റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ GST ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കിടഞ്ഞ് വാതാടിയിട്ട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഈ DPR കൊടുത്തപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം. അപ്പോൾ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും. കാരണം ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ DCC അംഗം. കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന. തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് CG ചെന്താമരാക്ഷന്റെ വിശദീകരണം. എന്നാൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് BJPയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പുത്തഞ്ചിറ പൊരുമ്പക്കുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ 49 വയസ്സുള്ള സൈജുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആളൂർ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടൂർ ശാഖയിൽ 2024 ജനുവരി 24-ന് 24.100 ഗ്രാം തൂക്കം വരുന്ന ആർഡിയൻ മോഡൽ മുക്കുപണ്ട മാല പണയം വെച്ച് 1,11,295 രൂപയും 2024 മെയ്യിൽ 12 ഗ്രാം മുത്തരഞ്ഞാൻ മോഡൽ മുക്കുപണ്ട അരഞ്ഞാൻ പണയം വെച്ച് 60,000 രൂപ അടക്കം 1,71,295 രൂപ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി താഴേക്കാട് മാടവന വീട്ടിൽ ജാൻസിയുടെ പരാതിയിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ബാങ്കിൽ പണയം വെക്കുന്ന സ്വർണം 3 മാസം കൂടുമ്പോൾ ഗോൾഡ് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ പരിശോധിച്ചപ്പോഴാണ് സൈജു പണയം വെച്ചത് മുക്കുപണ്ടങ്ങളാണെന്ന് തെളിഞ്ഞത്. തുടർന്നാണ് പരാതി നൽകിയത്.
സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ സൈജു ഇയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് വിശ്വകർമ്മ ദിനം. വിവിധ സ്ഥലങ്ങളിൽ വിശ്വകർമ്മ പൂജയും ആഘോഷങ്ങളും നടന്നു. പാലിശ്ശേരി വിശ്വകർമ്മ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമാവെന്ന് വിശ്വമെന്ന് പറഞ്ഞാൽ ലോകം, കർമാവെന്ന് പറഞ്ഞ സൃഷ്ടാവ്, ലോകത്തെ സൃഷ്ടിച്ചതാണ് വിശ്വകർമാവ്, സ്വയംഭൂവായ വിശ്വകർമാവ്. നമുക്കറിയാം, ഇന്ന് ഇവിടെ ശ്രീ ജയേന്ദ്രൻ ഈ സമൂഹത്തിനെ മാറ്റി നിർത്തപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ, ദേവാലയങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചതാണ്. പൗരാണിക അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നും വേദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ അമ്പലങ്ങളെക്കാൾ, ഇന്നത്തെ ദേവാലയങ്ങളെക്കാളൊക്കെ വലിയ സൃഷ്ടി ദേവലോകം സൃഷ്ടിച്ചത് അതിൻ്റെ ആർക്കിടെക്റ്റായിരുന്നു വിശ്വകർമാവെന്നാണ് നമ്മുടെ പുരാണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദേവലോകം, ഇന്ദ്രലോകത്തിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയൊരു ആർക്കിടെക്റ്റാണ് വിശ്വകർമ്മ. ലോകത്ത് അത്രയും വലിയൊരു ആർക്കിടെക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നു, ആർക്കിടെക്റ്റ് എന്നത്. ശാഖാ പ്രസിഡന്റ് PV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താര സജീവ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KA ജോയ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. TP ഹരിദാസ്, ഡേവിസ് കുര്യൻ, KA ബൈജു, PN ഹേമലത, TP വിനു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിലെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന സനീഷ് കുമാർ ജോസഫ് MLAക്ക് അഭിവാദ്യം അർപ്പിച്ച് കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐക്കണ്ണത്ത്, ഷാഹുൽ പണിക്ക് വീട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, നമ്മൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു ഞെട്ടിയ ഒരു സംഭവമാണ്. പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകനെ പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നത്, വളരെ മൃഗീയമായി തന്നെ, മാരകമായി തന്നെ മർദ്ദിക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാക്കി ഉടുപ്പ് മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യകത ഈ രാജ്യത്ത് അത് കണ്ട പല വീട്ടമ്മമാർ പോലും ആവശ്യപ്പെട്ടതാണ്. ആ സംഭവത്തിൽ പിണറായി സർക്കാർ കള്ളക്കളി കളിക്കുന്നു. വുമൺസ് ഫിഡെ മാസ്റ്റർ പട്ടത്തിന് പിന്നാലെ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടി കൊടുങ്ങല്ലൂർ സ്വദേശിയായ കല്യാണി. ഇറ്റലിയിൽ നടന്ന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ മൂന്നാമത്തെ യോഗ്യതയും കടന്നാണ് വുമൺസ് ഇന്റർനാഷണൽ പദവിയിലേക്കുള്ള യോഗ്യത നേടിയത്. ഫിഡെയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 4 മാസത്തിനകം കല്യാണി ഈ പദവിയിൽ എത്തുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ആളാകും. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സിരിൻ ധന്യ ദമ്പതിമാരുടെ മകളായ കല്യാണി അമ്മ ധന്യയോടൊപ്പം ചൊവ്വാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. കല്യാണിക്ക് ചെസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഭാരവാഹികൾ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സ്വീകരണം ഏറ്റുവാങ്ങിയ കല്യാണി ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ എത്തി. 2024 മധുരയിലും 2025 ഫ്രാൻസിലും നടന്ന മത്സരങ്ങളിലാണ് മാനദണ്ഡപ്രകാരമുള്ള 1ഉം 2ഉം യോഗ്യത കരസ്ഥമാക്കിയത്. 2024 വുമൺസ് ഫിഡെ മാസ്റ്റർ പട്ടം കരസ്ഥമാക്കിയ കല്യാണി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, ബ്ലീറ്റ്സ്, വുമൺ റാപ്പിഡ് എന്നീ ഇനങ്ങളിൽ സ്വർണം നേടിയിരുന്നു. അണ്ടർ 14 പെൺകുട്ടികളുടെ ലോക റാങ്കിങ്ങിൽ 4ാമതും ഇന്ത്യക്കാരിൽ 2ാം സ്ഥാനക്കാരിയുമായിരുന്നു. 2022 ഒഡീഷയിൽ നടന്ന KIIT അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവലിലെ ബെസ്റ്റ് വുമൺ, 2022-2023 വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ജേതാവ് തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ശ്രീലങ്ക, ദുബായ്, ഉസ്ബെക്കിസ്ഥാൻ, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. CPI നേതാവും ദീർഘകാലം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന VK ഗോപിയുടെ കൊച്ചുമകളാണ് കല്യാണി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ജംഗ്ഷനിൽ അടിപ്പാതയും എലിവേറ്റഡ് ഹൈവേയും വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല, കേന്ദ്രമാണ് പണം നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ DCC അംഗം. കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന. തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യാവസാനം പങ്കെടുത്തത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പുത്തഞ്ചിറ പൊരുമ്പുക്കുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ സൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.